ഹലോ ഗൈസ്, നല്ലൊരു റെസിപ്പി കണ്ടു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഒന്നോ രണ്ടോ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും തരണേ. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ഫുള്ളായിട്ട് വേണ്ട, ഇത് നല്ല വണ്ണമുള്ള ക്യാരറ്റ്. അതിൻ്റെ പേരിൽ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു ക്യാരറ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ. ഞാനിത് ഇത്രയേ എടുക്കുന്നുള്ളൂ, ഇതെടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റിയാണ്. ഇത്രയും ഇങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ആവി കയറ്റിയിട്ട് വേവിക്കുന്നതാണ്, വെള്ളത്തിലിട്ടിട്ട് വേവിക്കുന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് വേവിച്ചിട്ട് വരാം. പെട്ടെന്ന് തന്നെ ക്യാരറ്റ് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ആവി കയറ്റുന്നത് കാണിക്കുന്നില്ല, വേവിച്ചിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോൾ ക്യാരറ്റ് വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു സവാള ഇതേപോലെ ഒന്ന് എടുത്തിട്ട്, ഒരു കുഞ്ഞു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കൊച്ചുള്ളി എടുത്താലും മതി. ഇതെടുത്തിട്ട് ഒരു ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. ഒറ്റൊരു സവാളയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ കട്ടാക്കിയിട്ട് വരാം. ഒരു പാൻ വെച്ച് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് പോകുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് സവാള ഇളം ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അങ്ങനെ ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വരും. അങ്ങനെ ഏകദേശം സവാളയൊക്കെ ഒന്ന് തളർന്ന് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒരു കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ കളറ് മാറണ്ട, ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, അധികം എരിവില്ലാത്ത. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ കൂടുതൽ മസാലകളൊന്നും ഇല്ല. വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ മുളകിൻ്റെ പച്ചക്കൊത്ത് മാറുന്നത് വരെ നമുക്കിന്ന് ഈ റോസ്റ്റ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാ അപ്പോൾ ക്യാരറ്റൊക്കെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ ഇതൊന്ന് അരച്ച് വരാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. പോരാത്തതിന് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. നിങ്ങൾ വേവിക്കാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരക്കാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ആദ്യം ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. നല്ല രീതിയിൽ ഒന്ന് അരച്ച് വരാം. അപ്പോൾ ഇതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു 3/4 കപ്പ് ഗോതമ്പ് മാവാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യാം. ഞാൻ ക്യാരറ്റിന് നേരത്തെ ഉപ്പിടുമ്പോൾ ഇതിനും കൂടിയിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം നമുക്കൊരു ചപ്പാത്തിക്ക് മാവ് കുഴക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് ഇത്ര കട്ടി കിട്ടുന്നില്ലെങ്കിൽ 1 കപ്പ് പൊടി ഇട്ട് കൊടുത്താലും മതി. ഓരോ പൊടിക്കും ഓരോ അളവായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം 3/4 കപ്പ് ഇട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ ചപ്പാത്തിക്ക് കിട്ടും പോലെ കിട്ടണം. അപ്പോൾ പോരെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ പൊടി ചേർക്കും. നല്ലവണ്ണം മിക്സാക്കിയിട്ട് വരാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള അത്രയും എടുക്കണം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അങ്ങനെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു
ബോക്സിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഇപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത്. നിങ്ങൾക്കല്ലാതെ തന്നെ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇങ്ങനെ 4 അറ്റത്തും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഒരറ്റത്ത് ഇതേപോലെ നീളത്തിൽ ഒന്ന് പുറത്ത് പോകാത്ത വിധത്തിൽ വേണം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് നേരെ പകുതി മടക്കിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഫില്ലിംഗ് ഒന്ന് വേകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലൊരു ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഓയിലൊന്നുമല്ല നമുക്ക് വേവിക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിനെ സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സ്റ്റീം ചെയ്യാൻ എല്ലാവർക്കും അറിയുമല്ലോ. ജസ്റ്റ് 10-15 മിനിറ്റ് അത്രയും മതി. വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ 3 നേരം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ ഒത്തിരി ഉണ്ട്, അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും മറക്കരുത്.